ഞാൻ ഇന്ന് എൻ്റെ വീട് പണി നടക്കുമല്ലേ, അപ്പോൾ ഇന്ന് എന്നെ അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമ്മൾ ടെറസിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം, ടെറസിൻ്റെ മുകളിൽ ബാക്കിലേക്ക് പാടത്തേക്ക് വ്യൂ ഉണ്ട്, ആ കുറച്ച് ഭാഗം നമ്മൾ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പുറത്ത് ടെറസ് നമ്മളവിടെ ഒരു എന്താ പറയുക ഒരു ലോഞ്ച് പോലെ സെറ്റ് ചെയ്യണം. അപ്പം അച്ഛൻ ചോദിച്ച് അതെന്താ, ഞാൻ പറഞ്ഞ അവിടെ സെറ്റ് ചെയ്യണം, ലോഞ്ച് സെറ്റ് ചെയ്യണം, നമുക്ക് ഇടയ്ക്ക് ചിയേഴ്സ് പറയാം. എനിക്കും എൻ്റെ അച്ഛനും എൻ്റെ കസിൻസിനും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും കൂടെ വൈകുന്നേരങ്ങളിൽ ചില നല്ല സായാഹ്നങ്ങളിൽ ടെറസിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് ഞങ്ങൾക്ക് ചിയേഴ്സ് പറയാനായിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കോർണറിൽ ഞങ്ങൾ ലോഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇരിക്കണ പൊളിച്ചില്ലേ? അല്ല കുണ്ടിത്തമ്പി, എന്നാ പിന്നെ അച്ഛനും മക്കൾക്കും നിങ്ങളൊക്കെ പാടെ ചേർന്നിട്ട് ആ കള്ളു ഷാപ്പിലാണ്ട് കിടന്നാ പോരെ, എന്നാ 24 മണിക്കൂറും ചേഴ്സ് അടിച്ചൂടെ? ഇപ്പൊ അതിനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് വീടിന്റെ റൂഫിന്റെ മേലെ പാടത്തേക്ക് തിരിഞ്ഞിട്ട് കള്ളും ഷാപ്പ് പണിയണം. ഇവിടെ ഗിഫ്റ്റ് അടിക്കുന്നുണ്ട് കുറേ പൊട്ടന്മാരിരുന്നിട്ട് ലൈവിലിരുന്നിട്ട്. ഇതുവരെ ആ ഉള്ള പെര മേഞ്ഞിട്ടുണ്ടാവൂല, ഇപ്പോഴും ആ ഓടിന്റെ ഇടയിൽ കൂടെ വെള്ളം ഒലിച്ചോണ്ട് നിൽക്കായിരിക്കും. ഐറ്റങ്ങൾ അടിയിൽ പാത്രവും ചട്ടിയൊക്കെ വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ കള്ളെങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വൈബില് ഗ്ലാസും കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാന്ന് വിചാരിക്കണം. അതിനേക്കാൾ നല്ലത് ആ കള്ളും ഷാപ്പിലാണ്ട് കിടന്നുറക്കുക. എന്നാ പിന്നെ എന്താ വെച്ചാൽ രാവിലെ മറ്റന്നാണ് രാത്രി അന്തിക്കള്ളും രാവിലെ ആ ചെത്തി വരുന്ന കള്ള് മുട്ടിപ്പാനിമ ഇങ്ങനെ അത് ചിയേഴ്സ് അടിച്ചിട്ട് കുടിക്കാം. എന്താ അവസ്ഥ? അത് ശരി, മൊത്തത്തിൽ കള്ളുടിയന്മാരല്ലേ, തിരക്കടില്ല. എന്തായാലും നിങ്ങളൊക്കെ ഒരു വിധിയാണ്. ഇങ്ങനെ വേണം ജീവിക്കാൻ, ഒരു പണിയില്ല, ഒരു തൊടയില്ല. എന്നാലോ ഇതിനൊക്കെ ഇങ്ങനെ എറിയാനും ഉണ്ട്. വരയാകുമ്പോ ഇങ്ങനെ വേണം വരാം. നമ്മക്കും ഉണ്ട് ഒരു കോല്, ഒരാവശ്യമില്ലാതെ മുറിച്ച് കളയാൻ നല്ലതെന്ന് അതുകൊണ്ട്